ഇപ്പോൾ സ്ഥലം എം പി കൂടിയ കെ സി വേണുഗോപാൽ നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. കെ സി വേണുഗോപാൽ, അങ്ങ് ശ്രീമതി ഉഷയോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവരനുഭവിച്ച വേദനയ്ക്ക് അവർക്ക് പരിഹാരം വേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ നമ്മളെല്ലാം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് വാർത്തകളിലൂടെ കാണാൻ കഴിഞ്ഞത്. 5 വർഷമായിട്ടൊരു കത്രിക വയറ്റിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്ന സത്യത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാതെ നമുക്കൊന്നും. അപ്പോൾ അവരത് അനുഭവിച്ചതും തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീ സഹോദരി ഇത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ട് അവർക്ക് നീതി കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഈ സംഭവത്തിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം, മറിച്ച് അവർക്ക് തുടർ ചികിത്സയും നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ടും അത് കത്രിക നീക്കം ചെയ്യാൻ വേണം. അവരാവശ്യപ്പെടുന്നത് സഹായം ചെയ്യാൻ കൊടുക്കാൻ ഞങ്ങളെല്ലാം തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ശ്രീ കെ സി വേണുഗോപാൽ, അവർ ഇതുമായി ആശുപത്രിയിൽ പോയി ഡോക്ടർമാരെ കണ്ടു. അപ്പോഴും അത് ആ സമയത്ത് പരിഹരിക്കാമെന്നുള്ളതല്ല, അടിയന്തരമായി പരിഹരിക്കാമെന്നുള്ളതല്ല. തിങ്കളാഴ്ച വരൂ എന്നാണ് അവരോട് പറഞ്ഞത്. മാത്രമല്ല, ഇത് പുറത്തറിയിക്കരുത്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ്. ഡോക്ടർമാർ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇത് 5 വർഷം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്ത് അവർ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുകയായിരുന്നു വേണ്ടത്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് പൊതിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യണം. ഇപ്പോൾ കോഴിക്കോട് സംഭവം നമ്മൾ കുറേ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇതാ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓരോ ദിവസം ഇങ്ങനെ പൊതുജനാരോഗ്യ മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ പ്രശ്നങ്ങൾ ലാഘവത്തോടെ കാണുന്നതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഗൗരവതരമായി ഈ പ്രശ്നത്തെ കാണണം. ഞങ്ങളെ ഒറ്റക്കെട്ടായിട്ട് അതിനകത്ത് ശക്തമായിട്ട് സമൃദ്ധമായിട്ടുണ്ടാവും. ആ കുടുംബത്തിന് വേണ്ടുന്ന സഹായം ചെയ്യും എന്നത് അവരോട് സംസാരിച്ചിട്ടുണ്ട്. കുറ്റകരമായ ഒരു പ്രശ്നമുണ്ടായി, പക്ഷെ അതിനെ മറച്ചു വെക്കാനുള്ള സംഘടിത ഗൂഢാലോചനയ്ക്കല്ലല്ലോ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവണ്ടേ? അതെ, അതന്നെ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങളും മുന്നോട്ട് പോകും. അതോടൊപ്പം ആ കുടുംബത്തിന് നീതി കിട്ടണം. എന്തായാലും ഇത്രയും വലിയ ഒരു കഷ്ടപ്പാടിലൂടെ ഒരു കുടുംബം നീങ്ങി പോവാന്ന് പറഞ്ഞാൽ എന്തുമാത്രം മാനസികമായ സംഘർഷങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ അവർ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഈ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണം. അതിന് സമഗ്രമായ അന്വേഷണം വേണം. ഇത് ഇവരുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതിന് ഗവൺമെന്റ് ഒരു മിനിറ്റ് പോലും വൈകാതെയുള്ള ആക്ഷനാണ് വേണ്ടത്. അവർക്ക് നഷ്ടപരിഹാരം വേണമെന്നുള്ള ആവശ്യം സർക്കാരിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. 5 വർഷം ഇത് കത്രിക വയറ്റിൽ കൊണ്ട് നടക്കുന്നതല്ലേ അവർ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിന്റെ മാനുഷികമായ വല്ല പരിഗണന ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് വൈകാതെ ഇക്കാര്യത്തിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കണം. അവർക്ക് നഷ്ടപരിഹാരവും നൽകാൻ തയ്യാറാവണം. ശരി, വളരെയധികം നന്ദി ശ്രീ കെ സി വേണുഗോപാൽ. ഞങ്ങളോട് സംസാരിച്ചതിന് കഴിഞ്ഞ 5 വർഷമായി ജോലി എടുക്കാൻ പോകാൻ കഴിയാതെ ഒരു സ്ത്രീ, തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ജോലി എടുക്കാൻ കഴിയുന്നില്ല. അവർ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം പണിയെടുത്ത് കഴിയുമ്പോൾ നടുവേദന എടുത്ത് എഴുന്നേറ്റ് നിന്ന് ഞെളിപ്പിരി കൊള്ളുന്ന അവസ്ഥയാണ് അവരുടെ ആരോഗ്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ജോലി ചെയ്യാൻ കഴിയുന്നില്ല, വീട്ടിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, എവിടെയെങ്കിലും പോകാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ പോലെ പാമ്പേഴ്സ് ഇട്ടുകൊണ്ട് പോകേണ്ടി വരുന്ന ഗതികേടുണ്ടാവുമെന്ന് പറയുന്നു. ഒരു തുള്ളി മൂത്രമൊഴിക്കുന്ന സമയത്ത് ഞാൻ കുരിഞ്ഞിരുന്ന് പുളയുകയാണ് എന്നൊരു സ്ത്രീ നമ്മളോട് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ആ നിലയ്ക്കുള്ള അനാസ്ഥ, കെടുകാര്യസ്ഥത എങ്ങനെയാണ് സംവിധാനത്തിൽ ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ വീഴ്ച ആർക്ക് സംഭവിച്ചോ അവർക്കെതിരെ നടപടിയും വേണ്ടതാണ്.